എല്ലാവർക്കും പ്രഭാതവന്ദനം. ആത്മീയ ചേതനയെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നവർ സുവിശേഷത്തിലെ ആത്മീയ തീവ്രത നുകർന്ന ഒരു വ്യക്തിയെ കാണണം. അത് വേറെ ആരുമല്ല, സ്നാപക യോഹന്നാൻ. സുവിശേഷത്തിൽ ഒരു സന്യാസി ഉണ്ടെങ്കിൽ അത് സ്നാപക യോഹന്നാനാണ്. അവൻ്റെ വസ്ത്രവിധാനം വ്യത്യസ്തമാണ്. അവൻ്റെ ഭക്ഷണ രീതിയും ജീവിത രീതിയും വ്യത്യസ്തമാണ്. അവരനെ ഉയർത്താനുള്ള ആത്മീയമായ ചേതന ഉൾക്കൊണ്ട വ്യക്തിത്വമാണ് സ്നാപക യോഹന്നാനിലൂടെ പ്രകടമാക്കപ്പെടുക. തൻ്റെ പിന്നാലെ വരുന്നവൻ തന്നേക്കാൾ ശക്തനാണെന്ന് പറയാൻ ആത്മീയതയുടെ അഗാധമായ ബോധ്യമുണ്ടാവണം. മറ്റുള്ളവരെ ചവിട്ടിത്താഴ്ത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ യോഹന്നാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു വെല്ലുവിളിയാണ്. തൻ്റെ പിന്നാലെ വരുന്നവൻ തന്നേക്കാൾ ശക്തനെന്ന് പറഞ്ഞ് തൻ്റെ വിധേയത്വം പ്രകടമാക്കുന്ന യോഹന്നാൻ നേട്ടങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, നീതിബോധം തൻ്റെ ജീവിതത്തെ പൂർണ്ണമാക്കിയതുകൊണ്ടാണ്. നീതിബോധത്തെ ജീവിതത്തിൽ ആത്മാർത്ഥമായി സ്വീകരിച്ചൊരു വ്യക്തിയുണ്ടെങ്കിൽ അത് സ്നാപക യോഹന്നാൻ എന്ന് പറയാൻ പറ്റും. അധാർമികതയെ ചൂണ്ടിക്കാണിക്കുന്ന ആത്മധൈര്യം, തൻ്റെ ജീവിതത്തിന് പോലും ഹാനികരമാകുന്ന സത്യങ്ങളെ വിളിച്ചു പറയാൻ മടി കാണിക്കാത്ത നീതിബോധം, അതാണ് സ്നാപക യോഹന്നാൻ. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണമെന്നുള്ള ആത്മാർത്ഥമായ ജീവിതത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ബോധ്യം. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ഒരിക്കലും ശക്തനാകരുത് എന്ന് ചിന്തിക്കുന്ന നേതൃത്വങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. നിഷേധാത്മകമായ ചിന്തയോടുകൂടെ അവരെൻ്റെ വളർച്ചയെപ്പോലും തളർത്തിക്കാണിക്കാൻ ഉതകുന്ന മനസ്സുകളെ രൂപപ്പെടുത്തുന്നു. ഇത് ചിന്തനീയമായ കാര്യമാണ്. നേതൃത്വ പാടവങ്ങൾ സുഗമമായിട്ട് പോകുമ്പോഴും ചിലരൊക്കെ ചിന്തിക്കേണ്ടത് അങ്ങനെയാണ്: എന്നേക്കാൾ ശക്തനുണ്ടാകരുത്, എന്നേക്കാൾ ശക്തനെന്ന് മറ്റുള്ളവർ പറഞ്ഞു കഴിയുമ്പോൾ അതെൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും, എൻ്റെ അസ്തിത്വത്തെ അത് ചോദ്യം ചെയ്യുമെന്നൊക്കെ മിഥ്യാധാരണയുള്ള ഒരു കാലഘട്ടം. അവരെൻ്റെ വളർച്ചയെ അംഗീകരിക്കാൻ കഴിയാതെ നിഷേധാത്മകമായിട്ടുള്ള ചിന്തകളാൽ രൂപീകൃതമാകുന്ന അവസ്ഥകൾ ലോകത്തുണ്ട്.
എങ്ങനെ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാം എന്നുള്ള പരിശ്രമങ്ങളുണ്ട് ലോകത്ത്. എന്നാൽ യോഹന്നാൻ അങ്ങനെയല്ല. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും താൻ യോഗ്യനല്ല എന്ന് പറയുമ്പോൾ അവൻ്റെ ജീവിതം നിസ്സാരമാക്കി തീർക്കുകയാണ്. ചെരുപ്പിൻ്റെ വാറഴിക്കുക എന്ന് പറഞ്ഞാൽ അത് അടിമയുടെ ജോലിയാണ്. അവൻ്റെ അടിമയാകാൻ പോലും താൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് ക്രിസ്തുവിൻ്റെ മഹത്വത്തെ ലോകത്തിൽ പരസ്യപ്പെടുത്തുകയാണ് സ്നാപക യോഹന്നാൻ. ഇതൊരു സന്യാസിയുടെ ഭാവമാണ്. ഒന്നും സ്വന്തമാക്കാതെ എല്ലാം സ്വന്തമെന്ന് കരുതുന്ന ഭാവം. ആവശ്യമുള്ളതിനെ മാത്രം ജീവിതത്തിൽ സ്വീകരിച്ച് മറ്റുള്ളതൊക്കെ അവരിന് അവകാശപ്പെട്ടതാണെന്ന് പറയുന്ന മനോഭാവം. ഹ്രസ്വമായ ജീവിതത്തിൽ അവരിന് നന്മ ചെയ്യേണ്ട ആത്മീയ ബോധത്തിൽ നിന്ന് രൂപപ്പെട്ട മനോഭാവം. ഇത് യോഹന്നാൻ്റെ പ്രത്യേകതയാണ്. അവരനെ ചവിട്ടിത്താഴ്ത്താൻ ത്വരയുണ്ടാകുമ്പോൾ ക്രിസ്തുവിന് വഴിയൊരുക്കിയ സ്നാപകനെ നമ്മൾ കാണണം. തൻ്റെ ജീവൻ നഷ്ടമാകും എന്ന് ബോധ്യമുണ്ടായിട്ടും നീതിരഹിതമായി പ്രവർത്തിച്ച മാനവ മന്നവൻ്റെ മുമ്പിൽ അവൻ ശക്തനായൊരു പ്രവാചകനായിട്ട് മാറി. അവൻ്റെ പ്രവാചക ദൗത്യം വെള്ളം കലർത്തിക്കൊണ്ടായിരുന്നില്ല. അവനറിയാം തൻ്റെ ജീവൻ നഷ്ടമാകുമെന്നും. ബോധ്യത്തിൽ നിന്ന് നിർഗളിച്ച സത്യങ്ങളെ ആത്മാർത്ഥമായി വാക്കുകളിലാക്കി പ്രകടിപ്പിച്ചപ്പോൾ അവൻ പലരുടെയും ശത്രുവായി മാറി. എല്ലാം സുഗമമായിട്ട് പോകുന്നതല്ല പ്രവാചക ധർമ്മം എന്ന് പറയുന്നത്. തെറ്റിദ്ധരിക്കപ്പെടാനും ഒറ്റപ്പെട്ടു പോകാനും നാണം കെട്ടുപോകാനും തുറങ്കിലടയ്ക്കപ്പെടാനുമുള്ള സാധ്യതയാണ് പ്രവാചക ധർമ്മം. ആത്മബോധമുള്ളവനിൽ ആത്മാർത്ഥമായി രൂപീകൃതമാകുന്ന സത്യവും സത്തയുമാണ് പ്രവാചകധർമ്മം. യോഹന്നാൻ അങ്ങനെയാണ്. തന്നേക്കാൾ 6 മാസം ഇളപ്പമുള്ള തൻ്റെ കുടുംബക്കാരനെ തന്നേക്കാൾ വലിയവനായി ഉയർത്തിപ്പിടിക്കുന്ന യോഹന്നാൻ. നാം എത്രമാത്രം മറ്റുള്ളവരെ അംഗീകരിക്കാറുണ്ട്? നാം എത്രമാത്രം മറ്റുള്ളവരുടെ നന്മകൾ കാണാറുണ്ട്? എത്രമാത്രം നമ്മുടെ വാക്കുകളെ അവരൻ്റെ നന്മയ്ക്കായി ഉപയോഗിക്കാറുണ്ട്? ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന് തീർന്നുപോയൊരു സംഭവമല്ല. മറിച്ച് ഇത് നമ്മളിലൂടെ ആവർത്തനം ചെയ്യേണ്ടതും നമ്മളിലൂടെ തുടരേണ്ടതുമാണ്. നമ്മുടെ ചാരത്തിരിക്കുന്ന സഹോദരനെ സഹോദരിയെ അവരുടെ നന്മകൾ കൊണ്ട് ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നീതിബോധത്തോടുകൂടെ അവരൻ്റെ തെറ്റുകൾ ജീവിതത്തിലൂടെ എടുത്തു കാണിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ?
സത്യസന്ധതയുടെ, വിശ്വസ്തതയുടെ, വിശുദ്ധിയുടെയൊക്കെ ജീവിതം നയിക്കണമെങ്കിൽ നമ്മൾ സത്യസന്ധരാവണം, നമ്മൾ വിശ്വസ്തരാവണം, നമ്മൾ വിശുദ്ധിയുള്ളവരാകണമെന്നൊക്കെ പറയുമ്പോൾ അത് ജീവിത പ്രായോഗിക തലത്തിൽ എത്രമാത്രം കലർത്തപ്പെട്ടിട്ടുണ്ട് എന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. നീ കുടിക്കരുത്, നീ വലിക്കരുത്, നീ പിടിക്കരുത് എന്ന് പ്രഘോഷിക്കുന്ന ഞാൻ ജീവിതത്തിലൂടെ ഇത് പ്രകടമാക്കുന്നുണ്ടോ? ജീവിതമില്ലാതെ വാക്കുകൾ ഉണ്ടാകരുത്. ജീവിതത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതാവണം വാക്കുകൾ. യോഹന്നാൻ വാക്കുകളില്ലാതെ ജീവിതത്തെ സന്ദേശമാക്കി മാറ്റിയവനാണ്. ജീവിതത്തിലുടനീളം നീതിക്കു വേണ്ടി പ്രയാണം നടത്തി മരണം വരിച്ച രക്തസാക്ഷിയാണ്. ആരാണ് സത്യം? സത്യത്തിനു വേണ്ടി ആരൊക്കെ നിലകൊള്ളുന്നോ അത് ക്രിസ്തുവിന് വേണ്ടിയാണ്. കാരണം അവൻ്റെ പേര് സത്യമെന്നാണ്, അവൻ്റെ പേര് വഴി എന്നാണ്, അവൻ്റെ പേര് ജീവൻ എന്നാണ്. ജീവൻ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർ, സത്യത്തിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവർ, ആ വഴിയിലൂടെ പ്രയാണം നടത്താൻ ആഗ്രഹിക്കുന്നവർ അവനിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കില്ല. യോഹന്നാൻ 6 മാസങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവിന് വേണ്ടി രൂപീകൃതനായിരുന്നുവെങ്കിൽ അവൻ ക്രിസ്തുവിൻ്റെ സാന്നിധ്യാനുഭവത്താൽ അഭിഷേകം സ്വീകരിക്കപ്പെട്ടവനാണ്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ സവിധത്തിൽ വരാൻ തക്കവിധം ഞാൻ ഇത്രമാത്രം ഭാഗ്യവതിയാണല്ലോ എന്ന് എലിസബത്ത് പറയുമ്പോൾ ആ സാന്നിധ്യത്താൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ച് ഗർഭസ്ഥ ശിശുവായിരുന്ന യോഹന്നാൻ അഭിഷിക്തനായി തീർന്നവനാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് ക്രിസ്തുവിന് വേണ്ടി അഭിഷിക്തനായവനാണ് സ്നാപക യോഹന്നാൻ. അവൻ്റെ വാക്കുകളും ജീവിത രീതിയും ക്രിസ്തുവിന് വേണ്ടിയായിരുന്നു. ഇതാ നിനക്ക് വേണ്ടി ഞാൻ വഴിയായിത്തീരുന്നു. സ്നാപക യോഹന്നാൻ വഴിയെക്കുറിച്ച് സംസാരിച്ചവനായിരുന്നില്ല, മറിച്ചവൻ വഴി തന്നെയായിരുന്നു. ക്രിസ്തുവിലേക്കുള്ള വഴി, ദൈവത്തിലേക്കുള്ള വഴി. ആത്മീയ ചേതനയ്ക്ക് ആവാഹിച്ചെടുത്ത് സത്യത്തിനു വേണ്ടി മരിക്കാൻ തയ്യാറായ ആത്മാർത്ഥതയുടെ വഴി. പലപ്പോഴും നമ്മൾ കാണേണ്ടത് സുവിശേഷത്തിലെ ആദ്യത്തെ രക്തസാക്ഷി യോഹന്നാനാണ്. ക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം ക്രിസ്തുവിന് വേണ്ടി മരിച്ചവൻ എസ്തപ്പാനാസ് എന്ന് നമ്മൾ പറയുമ്പോഴും ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ സത്യത്തിനു വേണ്ടി മരണം വരിച്ചവൻ സ്നാപകനാണ്. അപ്പൊ സുവിശേഷത്തിലെ ആദ്യത്തെ രക്തസാക്ഷി സ്നാപകനെ ആണെന്ന് പറയാം. ക്രിസ്തുവിന് വേണ്ടി
മരണം വരിച്ച ശിശുക്കളുണ്ട്. പക്ഷേ ശിശുക്കൾ ബോധതലങ്ങളിലേക്ക് ഉയർന്നവരല്ല. എന്നാൽ യഥാർത്ഥമായ ബോധതലത്തിൽ നിന്ന് ക്രിസ്തുവിന് വേണ്ടി മരണം വരിച്ച ആദ്യത്തെ രക്തസാക്ഷി അത് സ്നാപക യോഹന്നാനാണ്. എന്ന് പറഞ്ഞാൽ സത്യത്തിനു വേണ്ടി, നീതിക്കു വേണ്ടി സ്നാപക യോഹന്നാൻ രക്തസാക്ഷിയായി മാറി. ഈ തിരിച്ചറിവ് നമ്മുടെ ആത്മീയ ബോധത്തെ മഥനം ചെയ്യണം. ഈ തിരിച്ചറിവ് നമ്മുടെ ആത്മീയ പ്രയാണത്തിൽ കൂടെ സഞ്ചരിക്കണം. നീതിബോധം നഷ്ടപ്പെടുന്ന, ആത്മാർത്ഥതയില്ലാത്ത, എല്ലാം യാന്ത്രികമായി തീരുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനും നീയും ജീവിക്കുമ്പോൾ ക്രിസ്തുവിനോട് ചേർക്കപ്പെടാൻ എത്രമാത്രം ദൂരമുണ്ട് നമ്മളിലെന്ന് ധ്യാനിക്കുന്നത് ഉചിതമാണ്. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ വഴികളെ ക്രിയാത്മകമാക്കണം. സത്യത്തിനു വേണ്ടി മരിക്കുക എന്നത് സ്നാപക യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം ധീരമായ ഒന്നായിരുന്നു. ഓടിയൊളിക്കാത്ത, നെടുവീർപ്പുകളാൽ ആവരണം ചെയ്യപ്പെടാത്ത, നാളെയെക്കുറിച്ച് ആകുലപ്പെടാത്ത, ഇന്നിൻ്റെ ജീവിതത്തിൽ എപ്രകാരമായിരിക്കണമെന്ന് പ്രഘോഷിച്ച ഈ വ്യക്തിയെ നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കണം. അവൻ്റെ വാക്കുകൾ ക്രിസ്തുവിന് വേണ്ടിയായിരുന്നു. അവൻ്റെ വാക്കുകൾ ക്രിസ്തുവിനെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയായിരുന്നു. സ്വയം ഔദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങൾക്കൊക്കെ സ്നാപക യോഹന്നാൻ ഒരു വെല്ലുവിളിയാണ്. സ്വന്തം കഴിവുകളെ അവരൻ്റെ മുമ്പിൽ പ്രകസനമാക്കുമ്പോൾ യോഹന്നാൻ വെല്ലുവിളിയാണ്. ക്രിസ്തുനാഥൻ്റെ സാദൃശ്യത്തെ ക്രിസ്തുവിന് വേണ്ടി തന്നെ വിനിയോഗിച്ചവനാണ് ഈ സ്നാപകൻ. നമ്മുടെ ജീവിതത്തിൽ അവരൻ്റെ നന്മയ്ക്കായി ചെയ്യുമ്പോൾ, അവരനെ ഉയർത്തിപ്പിടിക്കാൻ നാം എപ്പോഴൊക്കെ പരിശ്രമിക്കുന്നു, അപ്പോഴൊക്കെ ഈ സ്നാപകൻ നമ്മളിൽ പുനർജന്മം പ്രാപിക്കുന്നുണ്ട്. അവരൻ്റെ കുറവുകളെ എണ്ണിപ്പെറുക്കി വിസ്തൃതമാക്കാനുള്ള പ്രേരണയുണ്ടാകുമ്പോൾ ഈ സ്നാപകനെ ഒന്ന് നോക്കാം. അവരൻ വളരണമെന്നും ഞാൻ കുറയണമെന്ന മനോഭാവം, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും താൻ യോഗ്യനല്ല എന്ന മനോഭാവം, ജീവിതത്തിലുടനീളം ക്രിസ്തുവിന് വേണ്ടി മാത്രം തൻ്റെ ജീവിതത്തെ മാറ്റിവെച്ചവൻ്റെ മനോഭാവം. വികലമായത് നേടിയെടുക്കാനല്ല, മറിച്ച് സത്യമായുള്ളത് തന്നിലൂടെ പ്രകാശമായി തീരണമെന്നുള്ള ഉത്തമ ബോധ്യം. അവനു വേണ്ടി സജ്ജമാക്കപ്പെടേണ്ട ജനസമൂഹത്തെ വ്യത്യസ്തമായ നാമം വിളിച്ച് അവൻ അഭിസംബോധന ചെയ്യുമ്പോഴും അത് നിഷേധാത്മകമായ വാക്കുകളല്ല, മറിച്ച് ആത്മീയമായ തലത്തിലേക്ക് വ്യക്തികളെ ഉയർത്തത്തക്ക വിധം ക്രിയാത്മകമായിട്ട് ഉപയോഗിച്ച അഭിസംബോധനയായിരുന്നു. പലപ്പോഴെങ്കിലും നമ്മൾ ധ്യാനിച്ചിട്ടുണ്ടാവാം,
എന്തുകൊണ്ടാണ് അവൻ അണലി സന്തതികളെ എന്ന് സമൂഹത്തെ വിളിച്ചത്? മാറ്റപ്പെടേണ്ട അവസ്ഥകളെ ഈ അഭിസംബോധനയിൽ അവൻ ചേർത്ത് വെച്ചു. യഥാർത്ഥമായ സത്യത്തിലേക്ക് അനുധാവനം ചെയ്യാൻ ക്ഷണിക്കപ്പെട്ടവരാണ് എന്ന ബോധ്യം നൽകണം. ആ ബോധ്യം നൽകലായിരുന്നു യോഹന്നാൻ തൻ്റെ വാക്കുകളിലൂടെ പ്രകടമാക്കിയത്. സത്യത്തെ അനുധാവനം ചെയ്യാൻ നാം മറ്റുള്ളവർക്ക് ഉൾപ്രേരണയാകണം. ഇവൻ്റെ സാന്നിധ്യം ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന കവാടമാണെന്ന് തിരിച്ചറിയണം. ദൈവമേ, എൻ്റെ സാന്നിധ്യം കൊണ്ട് അവരനെ നിന്നിലേക്ക് അടുപ്പിക്കാനുള്ള ത്രാണി എനിക്ക് തരണമേ. എന്നിൽ രൂഢമൂലമായിരിക്കുന്ന വികലതകളെല്ലാം പിഴുതുകളയാനുള്ള ബലം എനിക്ക് തരണമേ. ആത്മീയ ചേതനയ്ക്ക് വിഘാതമായി നിൽക്കുന്ന എൻ്റെ സ്വാർത്ഥ വലയത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ എൻ്റെ മനസ്സിനെയും ശരീരത്തെയും വിചാരത്തെയും വികാരങ്ങളെയും ജീവിത വ്യാപാരങ്ങളെയും നീ മുക്തമാക്കണമേ. ഉത്തമബോധ്യത്തിൽ നിന്ന് നീ എന്ന സത്യത്തിനു വേണ്ടി നിലകൊള്ളാൻ എന്നെയും പ്രാപ്തയാക്കണേ. വെളിച്ചത്തിലേക്ക് പ്രയാണം ചെയ്യുമ്പോൾ അന്ധകാരം നമ്മളിൽ നിന്ന് പതിയെ പതിയെ മാറിയൊളിക്കുമെന്ന യാഥാർത്ഥ്യം നമ്മുടെ ആത്മീയ ചേതനയെ പ്രകാശപൂരിതമാക്കട്ടെ. നമ്മൾ നടന്നു പോകുന്ന പാതയിൽ നമ്മളാൽ പ്രകാശം നിറഞ്ഞു വരട്ടെ. നാം പാതയൊരുക്കേണ്ടവർ മാത്രമല്ല, പാതയായി തീരേണ്ടവരാണെന്ന ബോധം സ്നാപകനിൽ നിന്ന് നമ്മളിലേക്ക് ഒഴുകട്ടെ. അവരെൻ്റെ വളർച്ച നമ്മുടെ നന്മ തന്നെയാണെന്ന് തിരിച്ചറിയാൻ, അവരെൻ്റെ ഉയർച്ച നമ്മുടെ പരാജയമല്ല, അവരോടൊപ്പം സന്തോഷിക്കാനുള്ള ക്ഷണമാണ് സുവിശേഷം നൽകുന്നതെന്ന് തിരിച്ചറിയാൻ, സ്നാപകനെ പോലെ തൻ്റെ പിന്നാലെ വരുന്നവനെ ഉയർത്തിപ്പിടിക്കാൻ, എൻ്റെ നിഷേധാത്മകമായ ചിന്തകളെ ആത്മാർത്ഥമായി പിഴുതെറിയാനും എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ശക്തമായ വെളിപ്പെടുത്തലുകളെ അംഗീകരിക്കാനും എനിക്ക് സാധിക്കട്ടെ. ഈ ലോകത്തിൽ ഞാൻ മാത്രമല്ല, അവരനാൽ നന്മ കടന്നു വരുമെന്ന ചിന്ത, ഈ ലോകത്തിൽ ഞാൻ മാത്രമാകുമ്പോൾ ലോകമത്രമാത്രം ചുരുങ്ങിപ്പോകുമെന്നും വ്യത്യസ്തതകളെ അംഗീകരിക്കാനുള്ള കഴിവിനെയാണ് പക്വത എന്ന് പറയുന്നത്. ഈ വ്യത്യസ്തതകളെ അംഗീകരിച്ചതുകൊണ്ടാണ് ലോകം ഇത്രമാത്രം വളർത്തപ്പെട്ടത്. വ്യത്യസ്തതകളെ അംഗീകരിച്ചതുകൊണ്ടാണ് പരിശുദ്ധ കത്തോലിക്ക സഭ ഇത്രമാത്രം വളർത്തപ്പെട്ടത്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കൾ, അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാം വ്യത്യസ്തരാണ്. വ്യത്യസ്തതകളെ ഉൾക്കൊണ്ട് അവരുടെ നന്മയെ ഉയർത്തിപ്പിടിക്കാനുള്ള ത്രാണി നേടിയെടുക്കുമ്പോൾ നമ്മളും സ്നാപകനെ പോലെ വ്യത്യസ്തമായ നീതിക്കു വേണ്ടി നിലകൊണ്ട, സത്യത്തിനു വേണ്ടി മരണം വരിച്ച വ്യക്തിത്വങ്ങളായി രൂപാന്തരപ്പെടും. ഈ ക്ഷണം ഇന്നിൻ്റെ ദിനത്തിൽ നമ്മളെല്ലാവരെയും ശക്തരാക്കി തീർക്കട്ടെ. ആത്മീയ ചേതനയോടെ ഇന്നത്തെ ദിവസം സുഗമമാക്കാൻ, മറ്റുള്ളവരെ അവരുടെ നന്മകളാൽ ഉയർത്തിപ്പിടിക്കാൻ, അവരുടെ കുറവുകളെ നമ്മുടെ ജീവിതം കൊണ്ട് മറച്ചു വയ്ക്കാൻ പ്രാപ്തരായി മാറട്ടെ. ഈ ദിനം ആത്മീയ ചേതനയുടെ അനുഭവമായി തീരട്ടെ. എല്ലാവർക്കും നല്ല ദിവസം ദൈവം അനുഗ്രഹിക്കട്ടെ.